NV Biology ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് 10ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഈ എപ്പിസോഡ് മനസ്സിലാവണമെങ്കിൽ 1 മുതൽ 9 വരെയുള്ള എപ്പിസോഡ് നന്നായിട്ട് മനസ്സിലാവും. 1, 2, 3, 4, 5, 6, 7, 8, 9 എപ്പിസോഡുകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എപ്പിസോഡ് കാണാം. ഈ എപ്പിസോഡ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസെന്റ ഫോർമേഷൻ, ഗസ്റ്റേഷൻ, പാർച്ചറേഷൻ ഓർ ഡെലിവറി, ലാക്ടേഷൻ, ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയില് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. സമയത്തിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിന്റെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നമ്പർ 10. ഇംപ്ലാന്റേഷൻ ഒന്നുകൂടെയും പറയാം. അപ്പൊ ഇതെന്താണ്? ഒവിഡക്റ്റ് ആണ്, മനസ്സിലായി. ഒവിഡക്റ്റിനകത്ത് കൂടി നമ്മുടെ സൈഗോട്ട് മൂവ് ചെയ്ത് 2 4 8 16 8 മുതൽ 16 സെല്ലിന്റെ പേരെന്തായിരുന്നു? മോറുല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഡിവൈഡ് ചെയ്തു ബ്ലാസ്റ്റോസിസ്റ്റ് ആയി. നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ധാരാളം സെല്ലുകൾ ഉണ്ട് അല്ലെ. ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ബ്ലാസ്റ്റോമിയർ എന്ന് വിളിച്ചു അല്ലെ. ഇത് 2 ലെയറുകളായിട്ടുണ്ട്. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇപ്പം വരച്ചത് ഉള്ളിനകത്ത് മാസ് ഓഫ് സെൽ ഉണ്ടാവും, ധാരാളം മാസ് ഓഫ് സെൽ ഉണ്ട്. ഈ മാസ് ഓഫ് സെൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേര് ഇന്നർ സെൽ മാസ്. അപ്പൊ ഇതെന്താണ്? ഇന്നർ സെൽ മാസ് ആണ്. ഇതെന്താണ്? ട്രോഫോബ്ലാസ്റ്റ് ആണ്. സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതെന്താണ്? ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേര് ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഉള്ളത്തെ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. അപ്പൊ ഈ ഇന്നർ സെൽ മാസ് എവിടെ എത്തിയതാ? ഇവിടെ ഇതിനകത്ത് കൂടി ഉരുണ്ട് ഇവിടെ എത്തി. ഈ ഇന്നർ സെൽ മാസ് എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് പോവാണ്. എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് പോകുന്ന അതിന് ശേഷം എൻഡോമെട്രിയത്തിനകത്ത് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി പറയാനുള്ളത്. അപ്പൊ നോക്കൂ, ഇത്രയും ഭാഗം ഇവിടെ വരച്ച ഇത്രയും ഭാഗം ഒന്ന് വലുതാക്കിയതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? എൻഡോമെട്രിയം. ഇത്രയും ഭാഗം ഒന്ന് വലുതാക്കിയതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? എൻഡോമെട്രി ആണ്, മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? ശ്രദ്ധിച്ചു കേൾക്ക്, നല്ല എളുപ്പമാണ്. നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് എന്ത് ചെയ്യും? ഇതാണല്ലോ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്തു? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന്റെ പേരെന്താ പഠിച്ചു? ട്രോഫോബ്ലാസ്റ്റ്. ഉള്ളത്തെ ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞു അല്ലെ. ഇന്നർ സെൽ മാസ്. ഈ ട്രോഫോബ്ലാസ്റ്റ്, ദ ഔട്ടർ ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ചസ് ഓൺ ടു ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകും. ഒന്ന് ഇറങ്ങിപ്പോയേക്കാം. ഇത് ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. നോക്കൂ മക്കളെ, ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ് വരയ്ക്കുന്നത്. എന്താ? ഇന്നർ സെൽ മാസ്. അപ്പൊ ഇത് ഉള്ളിലോട്ട് ഇറങ്ങിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇതിന് ചുറ്റും യൂട്ടറൈൻ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ the blastocyst is embedded within the endometrium. Blastocyst endometriumനകത്ത് embedded ആയി. This process is called ഇംപ്ലാന്റേഷൻ. ഈ പരിപാടിന്റെ പേരാ ഇംപ്ലാന്റേഷൻ. ഇനി പറയുന്നത് കേൾക്കൂ. അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചല്ലേ. ബ്ലാസ്റ്റോസിസ്റ്റിന് ഔട്ടർ ലെയർ അറ്റാച്ചസ് ഓൺ ടു ദ എൻഡോമെട്രിയം. ഉള്ളിലോട്ട് പോയതിനു ശേഷം എന്ത് ചെയ്തു? യൂട്ടറൈൻ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്തു. Now the blastocyst is embedded within the endometrium. That process is called implantation. അപ്പൊ ഏത് ലെയറാണ് ഇംപ്ലാന്റേഷൻ സഹായിക്കുന്നത്? ട്രോഫോബ്ലാസ്റ്റ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ഇംപ്ലാന്റേഷന് ശേഷം സഡൻ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ അപ്പിയർ ഓൺ ദ ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റിന് മുകളിൽ മക്കളെ കുറെ വിരല് പോലത്തെ സ്ട്രക്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഈ വിരല് പോലത്തെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കൊറിയോണിക് വില്ലസ്. വില്ലസ് എന്ന് പറയും. കൊറിയോണിക് വില്ലസ് എന്ന് പറയും. അപ്പൊ ആഫ്റ്റർ ഇംപ്ലാന്റേഷന് ശേഷം ട്രോഫോബ്ലാസ്റ്റിന് കുറെ വിരല് പോലത്തെ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ആ വിരല് പോലത്തെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൊറിയോണിക് വില്ലസ് എന്ന് പറയും. This chorionic villus is surrounded by, ഈ chorionic villus-ന് ചുറ്റും ആരുണ്ട്? യൂട്ടറൈൻ ടിഷ്യൂസ് ഉണ്ട്. യൂട്രസിന്റെ ടിഷ്യൂസ് ഉണ്ട്. മറ്റേണൽ ബ്ലഡ്. സ്ക്രീനിൽ കാണുന്ന സ്പെല്ലിങ്. ഈ 2 വാക്കുകൾ നിങ്ങൾ പഠിക്കണം. അടുത്ത ചാപ്റ്ററിൽ ഉപകാരമായിരിക്കും. പറ്റേണലും മറ്റേണലും. പറ്റേണൽ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ്. അപ്പൊ പറ്റേണൽ ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അച്ഛൻ. മറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പൊ മറ്റേണൽ മദർ അമ്മമ്മ. അപ്പൊ മറ്റേണൽ ഫാദർ അമ്മയുടെ അച്ഛൻ, അമ്മച്ചൻ. അപ്പൊ പറ്റേണൽ മദർ അച്ഛന്റെ അമ്മ. പറ്റേണൽ മദർ അച്ഛന്റെ അമ്മ. അച്ഛമ്മ. ഓക്കെ, സോറി, അച്ഛമ്മ എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കും. അപ്പൊ മറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പൊ ഈ വിരല് പോലത്തെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്
കൊറിയോണിക് വില്ല. ആഫ്റ്റർ ഇംപ്ലാന്റേഷന് ശേഷം കുറെ വിരൽ പോലത്തെ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഏതിന് മുകളിൽ? ട്രോഫോബ്ലാസ്റ്റിന് മുകളിൽ. ആ വിരൽ പോലത്തെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? കൊറിയോണിക് വില്ല. കൊറിയോണിക് വില്ല ഈസ് സറൗണ്ടഡ് ബൈ യൂട്രൈൻ ടിഷ്യൂ ആൻഡ് മറ്റേണൽ ബ്ലഡ്. ഓക്കെ, ഈ കൊറിയോണിക് വില്ലയും യൂട്ടറൈൻ ടിഷ്യൂവും ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? പ്ലാസന്റ ആയിട്ട് മാറുന്നത്. ഈ കൊറിയോണിക് വില്ല ഈ സറൗണ്ടഡ് ബൈ ആർക്ക്? യൂട്ടറിൻ ടിഷ്യൂ ആൻഡ് മറ്റേണൽ ബ്ലഡ്. ഈ കൊറിയോണിക് വില്ലയും അതിന് ചുറ്റുമുള്ള യൂട്ടറിൻ ടിഷ്യൂസും ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്തായി മാറുന്നത്? പ്ലാസന്റ ആയിട്ട് മാറുന്നത്. The placenta is considered as the structural and functional unit between developing embryo and maternal body. അമ്മയുടെ ശരീരത്തെയും കുഞ്ഞിന്റെ ശരീരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇംപ്ലാന്റേഷന് ശേഷം ഈ ട്രോഫോബ്ലാസ്റ്റിന് ചുറ്റും വിരൽ പോലത്തെ സ്ട്രക്ചർ വരും. അതിന് പറയാം കൊറിയോണിക് വില്ല സറൗണ്ടഡ് ബൈ യൂട്ടറിൻ ടിഷ്യൂ ആൻഡ് മറ്റേണൽ ബ്ലഡ്. ഈ കൊറിയോണിക് വില്ലയും യൂട്ടറിൻ ടിഷ്യൂസും ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? പ്ലാസന്റ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, VIP ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് മക്കളെ ഉറപ്പായിട്ടും ചോദിക്കും എന്താണ് പ്ലാസന്റ. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മറ്റേണൽ ബോഡി. മറ്റേണൽ ബോഡി എന്നാണ് അമ്മയുടെ ശരീരത്തെയും, ഡെവലപ്പിംഗ് എംബ്രിയോ എന്ന വളർന്നുകൊണ്ടിരിക്കുന്ന എംബ്രിയോ. അതിനൊറ്റ വാക്കാണ് മക്കളെ ഫീറ്റസ്. അപ്പൊ ഫീറ്റസിനെയും മറ്റേണൽ ബോഡി നമ്മൾ കണക്ട് ചെയ്യുന്ന ഫങ്ഷണൽ യൂണിറ്റ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? പ്ലാസന്റ എന്ന് പറയുന്നത്. ഈ ചിത്രം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഡയഗ്രമാറ്റിക് ആയി സ്കെച്ച് ചെയ്യാണ്. ഇതാണ് പ്ലാസന്റ എന്ന് വിചാരിക്കുക. പ്ലാസന്റ ഇതാണ് നമ്മുടെ കുഞ്ഞാവ എന്ന് വിചാരിക്കുക. ഡെവലപ്പിംഗ് ഫീറ്റസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അംബുലിക്കൽ കോഡ്. സ്ക്രീനിൽ കാണാം അംബുലിക്കൽ കോഡ്. അപ്പൊ എന്താണ്? ഈ കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും കൂടി ചേർന്നിട്ട് എന്തായി മാറി? പ്ലാസന്റ ആയി മാറിയത്. ഈ പ്ലാസന്റയാണ് ഇവിടെയാണ് അമ്മയുടെ ശരീരത്തെയും കുഞ്ഞിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്ന പ്ലാസന്റ. ഈ പ്ലാസന്റയും കുഞ്ഞിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലെ, പ്രസവിച്ചു കഴിഞ്ഞാൽ കാണാൻ ഒരു ട്യൂബ് പോലെ ഒരു സാധനം കാണാം അല്ലെ, ചിത്രത്തിലൂടെ കാണാം. അവര് വിളിക്കുന്ന പോലെ അംബുലിക്കൽ കോഡ്. അപ്പൊ ഇവിടെയാണ് അമ്മയുടെ ശരീരം വിചാരിക്കുക. അമ്മയുടെ ശരീരം, മദേഴ്സ് ബോഡി എന്ന്. അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ഓക്സിജന്, അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ന്യൂട്രിയന്റ് ഒക്കെ പ്ലാസന്റ വഴി അംബിലിക്കൽ കോഡ് വഴി കുഞ്ഞിന് കിട്ടും. കുഞ്ഞിന്റെ കാർബൺ ഉണ്ടാക്കുന്ന വേസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, എക്സ്ക്രീറ്റഡ് വേസ്റ്റ് അംബിലിക്കൽ കോഡ് വഴി പ്ലാസന്റ വഴി അമ്മയ്ക്ക് കിട്ടിയ ഒരിക്കലും മക്കളെ മനസ്സിലാക്കുക അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. എന്റെ ചോരയാണ് അവൻ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരിക്കലും അമ്മയുടെ ചോര കുഞ്ഞിലേക്ക് പോയി കുഞ്ഞിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് അമ്മയിലേക്ക് വരുന്നില്ല. അമ്മയുടെ ചോര ഇതുവരെ വരുള്ളൂ. പ്ലാസന്റ ഈസ് എ ഗുഡ് ഫിൽറ്റർ. പ്ലാസന്റ ഒരു അടിപൊളി ഫിൽറ്റർ ആണ്. ആ അമ്മയുടെ ചോരയിൽ നിന്ന് ഓക്സിജൻ ന്യൂട്രിയൻ മാത്രം അംബിലിക്കൽ കോഡ് വഴി കുഞ്ഞിന് കിട്ടുകയാണ്. അപ്പൊ കുഞ്ഞിന് അംബിലിക്കൽ കോഡ് ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒക്കെ പഠിച്ചത്. വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ചിലപ്പോൾ ഡെലിവറി സമയത്ത് അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പൊ അതൊന്നും ഡിസ്കസ് ചെയ്യില്ല. ആദ്യം മനസ്സിലാക്കുക, ബോത്ത് അമ്മയുടെ ശരീരവും കുഞ്ഞിന്റെ രക്തവും തമ്മിൽ ബോത്ത് ആർ സെപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എന്തെന്ന് പറയുന്നത് പ്ലാസന്റ ഈസ് എ ഗുഡ് ഫീൽഡ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് പ്ലാസന്റ എന്ന് ചോദിച്ചാൽ ഇംപ്ലാന്റേഷന് ശേഷം ട്രോഫോബ്ലാസ്റ്റിന് ചുറ്റും വിരൽ പോലത്തെ സാധനം വന്നിട്ട് അതിന് വരാം കൊറിയോണിക് വില്ലയ്ക്ക് ചുറ്റും യൂട്രൈൻ ടിഷ്യൂസ് ഉണ്ട്, മറ്റേണൽ ബ്ലഡ് ഉണ്ട്. കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ടുള്ള Placenta is considered as the structural and functional unit between developing embryo and maternal body. Placenta is connected with the fetus by means of umbilical cord. Placenta functions exam ചോദിക്കും. Placenta functions important ആണ് എക്സാമിന് ചോദിക്കും. ഒന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു, പിന്നെ എന്ത് ന്യൂട്രിയന്റ് കിട്ടുന്നു. കുഞ്ഞിൽ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് എത്തുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ കൂടിയാണ്. എൻഡോക്രൈൻ ടിഷ്യൂ പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ ഹോർമോൺ ആണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുക? HCG എന്ന് പറയും. സ്ക്രീനിൽ കാണാം HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ. രണ്ടാമത്തത് HPL, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ഈസ്ട്രജൻ.
അത് ഓവറി മാത്രമല്ല ഇവനും പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊജസ്റ്ററോൺ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് മക്കളെ? പ്ലാസന്റ ഈസ് എ ഗുഡ് എൻഡോക്രൈൻ ടിഷ്യൂ. പ്ലാസന്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആണ്. അപ്പോൾ പ്ലാസന്റയുടെ ഫംഗ്ഷൻ എക്സാമിന് സ്ഥിരം ചോദിക്കണം, VIP ആണ്, എക്സാമിന് സ്ഥിരമായി ചോദിക്കും. ഒന്ന്, ഓക്സിജൻ ന്യൂട്രൺ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എത്തും. കുഞ്ഞുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റും ഇങ്ങോട്ട് എത്തുന്നു. അംബിലിക്കൽ കോഡ് ആണ്, അതൊരു ജസ്റ്റ് ഒരു ട്യൂബാണ്. എന്തിൽ നിന്ന്? പ്ലാസന്റെയും കുഞ്ഞിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ ന്യൂട്രൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ സാധിക്കും. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റും എത്തിക്കാൻ സാധിക്കും. പിന്നെ ഈ പ്ലാസന്റ ഈസ് എ ഗുഡ് എൻഡോക്രൈൻ ടിഷ്യൂ. പ്ലാസന്റ എന്ന് പറഞ്ഞ അടിപൊളി എൻഡോക്രൈൻ ടിഷ്യൂ ആണ്. ഇത് മക്കളെ ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ച് ആണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരച്ചതാണ്. ഒറിജിനൽ ചിത്രം ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ കാണാം എങ്ങനെയാണ് പ്ലാസന്റ. ഇവിടെ നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ പ്ലാസന്റ ചില ഹോർമോൺ ഉണ്ടാക്കും. ഏതൊക്കെ ഹോർമോൺ? HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. HCG യുടെ ഫുൾ ഫോം എന്താ? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ. HPL യുടെ ഫുൾ ഫോം എന്താ? ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. പിന്നെ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും യൂറിൻ അനാലിസിസ് ഓഫ് ലേഡി. ഒരു പെൺകുട്ടിയുടെ മൂത്രം പരിശോധിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ മൂത്രത്തിൽ എന്ത് പ്രസന്റ് കണ്ടു? HCG കണ്ടു. വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നന്റ്. അവൾ എന്താണ്? പ്രഗ്നന്റ് ആണ്. ബിക്കോസ് HCG പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്ലാസന്റ. മീൻസ് പ്ലാസന്റ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാറില്ലല്ലോ? കുഞ്ഞാവുണ്ടാവുമ്പോഴല്ലേ. അപ്പൊ എന്താണ്? ദ പ്രസൻസ് ഓഫ് HCG ഇൻ എ യൂറിൻ ഇൻഡിക്കേറ്റ് ഷീ ഈസ് എന്താ? അവൾ എന്താണ്? പ്രഗ്നന്റ് ആണെന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു. അതിനുള്ളിലോട്ട് എൻഡോമെട്രിയത്തിനകത്തോട്ട് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് പോയി ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്ടോഡമായി, എൻഡോഡമായി, മീസോഡമായി. എത്ര ജേം ലെയർ? 3 ജേം ലെയർ. ഔട്ടർ ലെയർ ഈസ് കോൾഡ് എക്ടോഡം, മിഡ് ലെയർ ഈസ് കോൾഡ് മീസോഡം, ഇന്നർ ലെയർ ഈസ് കോൾഡ് എൻഡോഡം. എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഫേറ്റ് ഓഫ് ജേം ലെയർ ആണ്. ഓരോ ജേം ലെയറും എന്തായി തീരും? ഉദാഹരണമായി പറയുകയാണെങ്കിൽ എക്ടോഡം സ്കിന്നും നെർവസ് സിസ്റ്റമായി മാറും, മീസോഡം ഹാർട്ടായി മാറും, മസിൽസായി മാറും, എൻഡോഡമിനകത്ത് ഇന്ന അവയവങ്ങളായി മാറും എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോ ഇനി അടുത്തത് ലാസ്റ്റ് ഹെഡിങ്ങിനെ തൊട്ട് മുന്നത്തെ ഹെഡിങ് ഏതാണ്? ഗസ്റ്റേഷൻ എന്ന് പറയും. ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിത്തിൻ ദ യൂട്രസ് ഓഫ് ദ മദർ. അമ്മയുടെ യൂട്രസിനകത്ത് നമ്മുടെ ഫീറ്റസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗസ്റ്റേഷൻ എന്ന് പറയും. So embryo development within the uterus of the mother is called gestation എന്ന് പറയാം. വേറെ ഡെഫിനിഷൻ, it is the duration between fertilization and parturition. Parturition എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? പ്രസവം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. അതിന്റെ അടുത്ത് ഡ്യൂറേഷൻ വിളിക്കുന്ന പേരാണ് ഗസ്റ്റേഷൻ. എത്ര മാസമാണ് നമ്മുടെ അമ്മയുടെ യൂട്രസിനകത്ത് ജീവിക്കുന്നത്? 9 മാസമാണ് അല്ലെ? 9 മാസമാണ് നമ്മുടെ അമ്മയുടെ യൂട്രസിനകത്ത് ജീവിക്കുന്നത്. ഈ 9 മാസത്തെ ഞാൻ 3 മാസങ്ങളായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 മാസത്തെ വിളിക്കും ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് വിളിക്കും. രണ്ടാമത്തെ 3 മാസത്തെ വിളിക്കും സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് വിളിക്കും. മൂന്നാമത്തെ 3 മാസത്തെ വിളിക്കും തേർഡ് ട്രൈമസ്റ്റർ എന്ന് വിളിക്കും. ഇപ്പൊ ഉദാഹരണമായി പറയാം, 9ാമത്തെ മാസമാണല്ലോ ഡെലിവറി. അത് സെപ്റ്റംബർ ആണെങ്കിൽ സെക്കൻഡ് മന്ത് ഓഫ് ദ സെക്കൻഡ് ട്രൈമസ്റ്റർ ഏതായിരിക്കും? ഇത് സെപ്റ്റംബർ ആണെങ്കിൽ ഇത് ഏതായിരിക്കും? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ 9 മാസത്തെ നമുക്ക് 3 മാസങ്ങളായി സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ 3 മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നും, രണ്ടാമത്തെ 3 മാസത്തെ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നും, മൂന്നാമത്തെ 3 മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ എന്നും സ്പ്ലിറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു മാസം എന്ന് പറഞ്ഞാൽ 4 ആഴ്ചകളാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 4 ആഴ്ചകളാണ്. അപ്പോ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ എത്ര ആഴ്ചകൾ ഉണ്ടാവും? 12 ആഴ്ചകൾ ഉണ്ടാവും. രണ്ടാമത്തെ ട്രൈമസ്റ്ററിലും 12 ആഴ്ച, മൂന്നാമത്തെ ട്രൈമസ്റ്ററിലും. ഇതിൽ 4 ആഴ്ച 4 ആഴ്ച 4 ആഴ്ച, അതുകൊണ്ട് 4 + 4 + 4 4 3 12 ആഴ്ചകളാണ്. അപ്പൊ മൊത്തം 9 മാസങ്ങളാണ് നമ്മുടെ ഗസ്റ്റേഷൻ പീരീഡ്. ഹ്യൂമൻ ബീങ്സിന്റെ ഗസ്റ്റേഷൻ പീരീഡ് 9 മാസത്തെ 3 മാസങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു. ആദ്യത്തെ 3 മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, രണ്ടാമത്തെ 3 മാസത്തെ സെക്കൻഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ 3 മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ. നമ്മുടെ ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയൊക്കെ പ്രഗ്നന്റ് ആണെങ്കിൽ ചോദിക്കുക എത്രാമത്തെ മാസം? അപ്പൊ 6ാമത്തെ മാസം. 6ാമത്തെ മാസം ആണെങ്കിൽ എത്രാമത്തെ ട്രൈമസ്റ്റർ? സെക്കൻഡ് ട്രൈമസ്റ്റർ. കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാനെങ്കിൽ പറഞ്ഞ് തേർഡ് മന്ത് ഓഫ് ദ തേർഡ് ട്രൈമസ്റ്റർ അല്ലെ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒരു മാസത്തിൽ എത്ര ആഴ്ച ഉണ്ടായിരിക്കുക? 4 ആഴ്ച. അതെന്തിനാ പഠിക്കുന്നത്? പിന്നെ മനസ്സിലാവും. ഇനി ഓരോ മാസങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ ഏതൊക്കെയാ? ആദ്യത്തെ മാസം ഫസ്റ്റ് മന്തില് കുഞ്ഞാവിയുടെ ഫസ്റ്റ് മന്തില് ഹാർട്ട് ഈസ് ഫോംഡ്, ഹൃദയം ഉണ്ടാകുന്നു.
അപ്പോൾ ഫസ്റ്റ് സൈൻ ഓഫ് ദ ഗ്രോയിങ് ഫീറ്റസ്, കുഞ്ഞാവ് ഡെവലപ്പ് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോകുമ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പോകുമ്പോൾ അവർ അമ്മയുടെ യൂട്രസിന് മുകളിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അവർ നോക്കും, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഫസ്റ്റ് സൈൻ ഓഫ് ദ ഗ്രോയിങ് ഫീറ്റസ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് ലിസണിങ് ടു ദ ഹാർട്ട് സൗണ്ട്, ഹൃദയത്തിന്റെ ശബ്ദം നോക്കിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മന്ത് എന്താ ഉണ്ടാവുക, ഹാർട്ട് ഉണ്ടാവും. അടുത്ത ബൈ ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത്, 2-ാം മാസം എത്തുമ്പോൾ ലിംബ് ആൻഡ് ഡിജിറ്റ്, വിരലുകളും കൈയും കാലൊക്കെ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യും. ബൈ ദ എൻഡ് ഓഫ് 12 വീക്ക്, 12-ാമത്തെ ആഴ്ച, 12-ാമത്തെ ആഴ്ച എത്രാമത്തെ മാസമായിരിക്കും, 3rd മന്ത്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ. 12-ാമത്തെ ആഴ്ചയുടെ അവസാനവും ബൈ ദ എൻഡ് ഓഫ് 12 വീക്ക്. അതുകൊണ്ടാണ് ഈ ആഴ്ചയുടെ പേര് പറഞ്ഞത്. 4 മാസം 4 മാസം 4 മാസം, 12-ാമത്തെ ആഴ്ച. 12-ാമത്തെ ആഴ്ചയുടെ അവസാനം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനം. ബൈ ദ എൻഡ് ഓഫ് 12 വീക്ക്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മേജർ ഓർഗൻസ് ഫോം, വലിയ വലിയ അവയവങ്ങൾ ഉണ്ടാവും, ലിംബ് ഉണ്ടാവും, എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. 5-ാം മാസം ആകുമ്പോൾ, 5-ാം മാസം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഫസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവും. കുഞ്ഞുവാവ അമ്മയെ യൂട്രസിനെ ചവിട്ടാനൊക്കെ തുടങ്ങും. കണ്ടിട്ടുണ്ടാവും അമ്മയുടെ യൂട്രസിന് മുകളിൽ കുഞ്ഞാവ് ഇങ്ങനെ ചവിട്ടും. നമ്മൾ അമ്മയുടെ ചേച്ചിയുടെ ഒക്കെ യൂട്രസിന് മുകളിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും, കുഞ്ഞാവ് ഇങ്ങനെ ചവിട്ടുന്നത് ഫീൽ ചെയ്യും. അപ്പോൾ ബൈ ദ 5-ാമത്തെ മാസം ഫസ്റ്റ് മൂവ്മെന്റ് ആവും. അപ്പിയറൻസ് ഓഫ് ഹെയർ, തലന് മുകളിൽ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. നോക്കൂ, നമ്മുടെ കുഞ്ഞാവിന്റെ ചിത്രം നോക്കൂ, നല്ല ഭംഗിയാണ്. അപ്പൊ ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ബൈ ദ എൻഡ് ഓഫ് 24 വീക്ക്, 24 ആഴ്ചയാവും. 24 ആഴ്ച എത്രയായി നോക്കൂ, 4, 12, 24-ാമത്തെ ആഴ്ച 6-ാമത്തെ മാസം അല്ലെ. ഇത് 12 ആഴ്ച, ഇത് 12 ആഴ്ച. 24-ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ 6-ാമത്തെ മാസം, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ. ബൈ ദ എൻഡ് ഓഫ് 24 വീക്ക്, 24-ാമത്തെ ആഴ്ചയാവുമ്പോൾ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആവുമ്പോൾ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ, ശരീരത്തിൽ മൊത്തം കുഞ്ഞു 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 രോമങ്ങൾ ഉണ്ടാവുന്നു. ഐലിഡ്സ് സെപ്പറേറ്റ്, ഈ ഐലിഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഐലാഷസ് ഫോം, ഐലാഷസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിളിക്കുന്ന പേര് ഗസ്റ്റേഷൻ. എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിത്തിൻ ദ യൂട്രസ് ഓഫ് ദ മദർ ഈസ് കാൾഡ് ഗസ്റ്റേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് പാർട്ടുലേഷൻ. ഹ്യൂമൻ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 9 മാസം. 9 മാസത്തെ നമുക്ക് 3 മാസങ്ങളാക്കാം. ആദ്യത്തെ 3 മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, രണ്ടാമത്തെ 3 മാസത്തെ സെക്കൻഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ 3 മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. അപ്പൊ ആദ്യത്തെ മാസത്തിൽ ഹാർട്ട് ഫോം ചെയ്യും, കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ഗ്രോയിങ് സൈൻ ഓഫ് fetus is observed using the കുഞ്ഞിന്റെ ഹാർട്ട് സൗണ്ട് നോക്കിയിട്ടാണ് കുഞ്ഞാവ് ഡെവലപ്പ് ചെയ്യണ്ടോ ഇല്ലയോ നോക്കുന്നത്. പിന്നെ ബൈ ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് ആകുമ്പോൾ ലിംബ് ആൻഡ് ഡിജിറ്റ് ഉണ്ടാവുന്നു. ഡിജിറ്റ് എന്ന വിരലുകൾ 12 വീക്സ് ആകുമ്പോൾ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മേജർ ഓർഗൻസ് ഉണ്ടാവുന്നു, ലിംബ് ഉണ്ടാവുന്നു, എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് ഉണ്ടാവുന്നു. 5-ാം മാസം ആകുമ്പോൾ കുഞ്ഞാവ്, അത് ഇമ്പോർട്ടന്റ് ആണ്. 5-ാം മാസമാണ് കുഞ്ഞ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അപ്പിയറൻസ് ഓഫ് ദ ഹെയർ ഓൺ ദ ഹെഡ്, തലേന്റെ മുകളൊക്കെ രോമം ഉണ്ടാവുന്നു. മുടി ഉണ്ടാവുന്നു. ബൈ ദ എൻഡ് ഓഫ് 24 വീക്ക്, 24-ാമത്തെ ആഴ്ച, അതായത് 2-ാമത്തെ ട്രൈമസ്റ്റർ ആകുമ്പോൾ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്, ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഉണ്ടാവുന്നു, ഐലാഷസ് ഉണ്ടാവുന്നു, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ എത്രാമത്തെ മാസമായി, 9-ാമത്തെ മാസമായി. കുഞ്ഞുവാവ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്ത് ഷീ ഓർ ഹി ഈസ് റെഡി ടു ഡെലിവറി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അല്ലെ. കുഞ്ഞാവ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. 9 മാസം ഒരു ഇരട്ടറക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ യൂട്രസ്, സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായ യൂട്രസിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞാവ് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് പുറത്തോട്ട് വരാൻ. സോ നെക്സ്റ്റ് ടോപ്പിക്, ഡെലിവറി ഓർ. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. സ്റ്റേജിന്റെ പേരെന്താണ്, പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയും. നമുക്കറിയാം ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡ് എത്ര മന്താണ്, 9 മാസമാണ് നമ്മുടെ യൂട്രസിനകത്ത് നിൽക്കാറുള്ളത്. 9 മാസമാണ് നമ്മുടെ യൂട്രസിനകത്ത് നിൽക്കാറുള്ളത്. പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ദ ബേബി ഈസ് കാൾഡ് പാർച്ചുറേഷൻ ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. അതൊരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ് ഏത് എന്ന് പറയുന്നത്, പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ പാർച്ചുറേഷൻ ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം, ഒരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ, പ്രസവത്തിന് ആവശ്യമായ സിഗ്നൽ, പച്ചക്കൊടി, ഡെലിവറി ആയിട്ടുണ്ട്, ഡെലിവറി ആകാനായിട്ടുണ്ട്, കുഞ്ഞാവ പുറത്തു പോകാൻ റെഡിയാണ് എന്നുള്ള സിഗ്നൽ, ഡെലിവറിക്ക് ആവശ്യമായ സിഗ്നൽ ഈസ് ഒറിജിനേറ്റ് ഫ്രം, അത് തുടക്കിടുന്നത് നമ്മൾ വിചാരിക്കുന്നത് ആരാ തുടക്കിടുന്നത്, അത് തുടക്കിടുന്നത് നമ്മുടെ കുഞ്ഞാവ തന്നെയാണ്, ഫീറ്റസും പ്ലാസിന്റെയുമാണ്. അങ്ങനെ ദ സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ ആവശ്യമായ സിഗ്നൽ
ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്ലാസന്റയിൽ നിന്നും ഫീറ്റസിൽ നിന്നാണ്. അങ്ങനെ പ്ലാസന്റയിൽ നിന്നും ഫീറ്റസിനകത്തൊന്നും സിഗ്നൽ ഉണ്ടാകുന്ന സമയത്ത് യൂട്രസ് ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യും. മൈൽഡ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ്. യൂട്രസ് ഇങ്ങനെ ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്. ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്. ഒന്നുകൂടി പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് പാർച്ചുറേഷൻ, അതായത് പ്രസവം. 9 മാസമാണ് നമ്മുടെ ഗസ്റ്റേഷൻ പീരീഡ്. 9 മാസമാണ് നമ്മുടെ ഗസ്റ്റേഷൻ പീരീഡ്. 9 മാസത്തിന് ശേഷം ഇഫ് ദ ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ്, യൂട്രസിനകത്ത് കുഞ്ഞാവ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്താൽ ഇതാ പ്രസവത്തിന് ആവശ്യമായ സിഗ്നൽ ഉണ്ടാവും. ഈ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദ ബേബി ഈസ് കാൾഡ്, അല്ലെങ്കിൽ എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഫ്രം ദ യൂട്രസ് ഓഫ് ദ മദർ ഈസ് കാൾഡ് ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുറേഷൻ. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. അതിനകത്ത് നെർവസ് സിസ്റ്റം ഉണ്ട്, ഹോർമോണും ഉണ്ട്. അതുകൊണ്ടാണ് ന്യൂറോ എൻഡോക്രൈൻ. അത് പറഞ്ഞിട്ടില്ല അല്ലെ? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ്. അതിനകത്ത് ന്യൂറോൺസും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഹോർമോൺസ് ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ, അത് തുടക്കമിടുന്നത് ആരെയാണ്? സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ ഉണ്ട്. തുടക്കമിടുന്നത് ആരെയാണ്? ഫീറ്റസും പ്ലാസന്റയുമാണ്. അപ്പൊ ഫീറ്റസും പ്ലാസന്റയും ഒരു സിഗ്നൽ അയക്കുന്നതിന്റെ ഫലമായി യൂട്രസ് ചെറുതായിട്ട് എന്ത് ചെയ്യാണ്? കൺട്രാക്ട് ചെയ്യാണ്. യൂട്രസ് ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യണം. That contraction is called mild uterine, ചെറുതായിട്ട് യൂട്രസ് കൺട്രാക്ട്. That process is called fetal ejection reflex. അങ്ങനെ ഒരു സിഗ്നൽ ഇങ്ങനെ അയക്കാൻ എങ്ങോട്ട് അയക്കുന്നു? തലച്ചോറിലേക്ക്. അങ്ങനെ ഫലമായി തലച്ചോറിനകത്തുള്ള മറ്റേണൽ പിറ്റ്യൂട്ടറി. ആരുടെ തലച്ചോറ? അമ്മയുടെ തലച്ചോറ് കേട്ടോ. അമ്മയുടെ തലച്ചോറിനകത്തുള്ള മറ്റേണൽ പിറ്റ്യൂട്ടറിൽ നിന്ന് ഇതാ സുഹൃത്തുക്കളെ ഓക്സിറ്റോസിൻ വരികയാണ്. ഓക്സിറ്റോസിൻ. ഒന്നുകൂടെ പറയാം. സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ, പ്രസവത്തിന് ആവശ്യമായ സിഗ്നല് കൊടുക്കുന്നത് ആരെയാണ്? ഫീറ്റസും പ്ലാസന്റയും. അതിന്റെ ഫലമായി യൂട്രസ് ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്. അതിന്റെ ഫലമായിട്ട് ഇവിടുന്ന് ഒരു മെസ്സേജ് പോയി ആരുടെ? അമ്മയുടെ പിറ്റ്യൂട്ടറിയിലേക്ക് മെസ്സേജ് പോയി. പിറ്റ്യൂട്ടറിന്റെ ബാക്കിലാണല്ലോ നമ്മുടെ ഓക്സിറ്റോസിൻ. ആക്ച്വലി ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും അത് സ്റ്റോർ ചെയ്യുന്നത് മറ്റേണൽ പിറ്റ്യൂട്ടറി, അമ്മയുടെ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അപ്പൊ അമ്മയുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് കുറച്ച് ഓക്സിറ്റോസിൻ വരും. എന്നിട്ട് യൂട്രസിന്റെ രണ്ടാമത്തെ ലെയർ, യൂട്രസിന്റെ രണ്ടാമത്തെ ലെയർ ഏതാ? മയോമെട്ര. കാരണം അതിനകത്ത് മസിൽ ഉണ്ട്. ഏത് മസിൽ? അതിനകത്തുള്ളത് സ്മൂത്ത് മസിൽ. അപ്പൊ അതിന് മുകളിൽ ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യും. ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യും. അപ്പൊ അതിന് ഫലമായി വീണ്ടും സിഗ്നൽ അയക്കുന്നു. അതിന്റെ ഫലമായി കുറെ ഓക്സിറ്റോസിൻ വരുന്നു. അപ്പൊ വീണ്ടും ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നത്, കുറച്ചും കൂടി കൺട്രാക്ഷൻ കൂടും. വീണ്ടും സിഗ്നൽ അയക്കുന്നു, ധാരാളമായിട്ട് ഓക്സിറ്റോസിൻ വരുന്നു. അതിന്റെ ഫലമായി അവസാനത്തേക്ക് മക്കളെ വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് ആയിരിക്കും. യൂട്രസ് ഇങ്ങനെ നന്നായിട്ട് കൺട്രാക്ട് ചെയ്യും. ഇറ്റ് റിസൾട്ട് ഇൻ ദ എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ്. യൂട്രസിന് അകത്ത് നിന്ന് കുഞ്ഞാവ ഏത് വഴി പുറത്തേക്ക് വരുന്നു? സെർവിക്കൽ കനാൽ വഴി, വജീന വഴി കുഞ്ഞാവ പുറത്തേക്ക്. ഇതാ നമ്മുടെ കുഞ്ഞാവ് നോക്കൂ. ഇതാ നമ്മുടെ കുഞ്ഞാവ കാണാം, അമ്പലിക്കൽ കോഡ് കാണാം, പ്ലാസന്റ് കാണാം. ഇതാ കുഞ്ഞാവ് ഇതാ പുറത്തേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. ഏത് വഴി? സെർവിക്കൽ കനാൽ വഴി, വജീന വഴി ഇങ്ങനെ കുഞ്ഞാവ പുറത്തേക്ക് വരികയാണ്. ഇതാ കുഞ്ഞാവ ഇങ്ങനെ പുറത്തേക്ക് വരിക. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ബർത്ത് കനാൽ. വാട്ട് യു മീൻ ബൈ ബർത്ത് കനാൽ? കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് സെർവിക്കൽ കനാലിനെയും വജീനയും വിളിക്കുന്ന പേരാ ബർത്ത് കനാൽ. അതിനകത്ത് കൂടി കുഞ്ഞാവ് ഇങ്ങനെ പുറത്തേക്ക് വരും. വജീനന്റെ അകത്ത് നിന്ന് ആദ്യം കുഞ്ഞാവ് ഏത് ഭാഗം വരിക? തലയാണ് വരിക. അതാണ് നോർമൽ. അപ്പൊ ഒന്നുകൂടി പറയാം. പാർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം ഈസ് ദ ഡെലിവറി ഓഫ് ദ ബേബി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഗസ്റ്റേഷൻ പീരീഡ്. ഗസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെലിവറി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. ദ സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഫീറ്റസ് ആൻഡ് പ്ലാസന്റ. അതന്നെ രസകരമായി കുഞ്ഞാവ തന്നെയാണ് തുടക്കമിടുന്നത്, അല്ലെങ്കിൽ പ്ലാസന്റ. അതിന്റെ ഫലമായി ചെറുതായിട്ട് യൂട്രസ് കൺട്രാക്ട് ചെയ്യും. യൂട്രസ് കൺട്രാക്ട് ചെയ്ത് ചെറുതായിട്ട് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പോലെ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലക്സ്. അതിന്റെ ഫലമായിട്ട് ഒരു സിഗ്നൽ പോവും. മറ്റൊരു പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ ആവും. ആ ഓക്സിറ്റോസിൻ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായി വീണ്ടും സിഗ്നൽ പോവും. ഓക്സിറ്റോസിൻ കുറച്ചും കൂടി ഉണ്ടാവും, നന്നായി കൺട്രാക്ട് ചെയ്യും. വീണ്ടും സിഗ്നൽ പോവും, ഓക്സിജൻ. അങ്ങനെ അവസാനത്തേക്ക് എന്ത് ചെയ്യും? വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് ആയിരിക്കും. അതിന്റെ ഫലമായി കുഞ്ഞാവ് പുറത്തേക്ക്. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ബർത്ത് കനാൽ ഈസ് കാൾഡ് എന്ത്? ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുറേഷൻ. പാർച്ചുറേഷന് ഫലമായി കുഞ്ഞാവ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക. പ്ലാസന്റയും വരും, അമ്പലിക്കൽ കൂടും വരും. നമ്മൾ ഡോക്ടേഴ്സ് ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞാവ വന്നിരിക്കുകയാണ്, അമ്മ പ്രസവിച്ചിരിക്കുകയാണ്. കുഞ്ഞാവക്ക് നല്ലൊരു പേരൊക്കെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പേരുകളാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണ്, നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീണ്ടും പറയാം, സഭ്യമായ ഭാഷകൾ മാത്രം ഉപയോഗിക്കുക കമന്റ് ബോക്സിൽ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ചാപ്റ്ററുമായി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലും നല്ല പോസിറ്റീവ് കമന്റുകളായാലും നെഗറ്റീവ് കമന്റുകളായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന. ബോർഡ് ചെറുതാണ്, നമുക്ക് ഈ ബോർഡ് കിട്ടിയിട്ടുള്ളൂ, വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട്
ഓണം പോലെ ഓക്കെ അങ്ങനെ നമുക്ക് ക്ലാസ് വെക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ കുഞ്ഞാവ വരികയാണ്. ഇനി കുഞ്ഞാവക്ക് എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം. ദ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ലാക്ടേഷൻ. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി കാലഘട്ടത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ സ്ത്രീയുടെ മാമറി ഗ്ലാൻഡ്, അതായത് ബ്രസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. കുറച്ചെങ്കിലും മാറ്റങ്ങളൊക്കെ വരും, രൂപാന്തരം പ്രാപിക്കും. എന്തിനു വേണ്ടി? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ദ സെക്രീഷൻ ഓഫ് മിൽക്ക് ഫ്രം ദ മാമറി ഗ്ലാൻഡിനകത്തുനിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലാക്ടേഷൻ. എന്തിനാണ് ഈ പാലുണ്ടാവുന്നത്? പ്രഗ്നന്റ് ആയ സ്ത്രീയിൽ കുഞ്ഞാവക്ക് പാല് കൊടുക്കാൻ, മുലയൂട്ടാൻ വേണ്ടി, പാല് കൊടുക്കാൻ വേണ്ടി. കുഞ്ഞാവ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മന്തിയും പൊറോട്ടയൊന്നും കഴിക്കില്ല. കുഞ്ഞാവക്ക് ആവശ്യമായത് എന്താണ്? പാലാണ്. അപ്പൊ പാല് കൊടുക്കുവാൻ പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടത്തിൽ മാമറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും, പാല് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പാല് സെക്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലാക്ടേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഡ്യൂറിങ് ദ ഇനീഷ്യൽ പീരിയഡ്സ് ഓഫ് ലാക്ടേഷൻ, മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. അമ്മയുടെ ബ്രസ്റ്റിൽ പ്രസവത്തിന് ശേഷം ആദ്യം ഉണ്ടാകുന്ന പാല്, ആ പാലിന് വിളിക്കുന്ന പേര് കോളസ്ട്രം എന്ന് പറയും. യെല്ലോ മിൽക്ക് എന്ന് വിളിക്കും, മഞ്ഞപ്പാൽ എന്ന് വിളിക്കും. കോളസ്ട്രം. ഇറ്റ് ഇസ് റിച്ച് ഇൻ ആന്റിബോഡി. ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. അമ്മയുടെ ശരീരത്തിലുണ്ടായ ധാരാളം ആന്റിബോഡീസ് ഏതിനകത്തുണ്ട്? ഈ കോളസ്ട്രത്തിനകത്തുണ്ട്. നിർബന്ധമായും അത് കുഞ്ഞുവാവക്ക് കൊടുത്തേ പറ്റൂ. കൊടുത്താൽ മാത്രമേ കുഞ്ഞുവാവക്ക് എന്ത് കിട്ടുള്ളൂ? ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. സോ ഡോക്ടേഴ്സ് ആർ ആൾവേസ് റെക്കമെൻഡിങ്, ഡോക്ടേഴ്സ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യും ടു ഗീവ് കോളസ്ട്രം കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യും. എന്തിനു വേണ്ടി? ടു ഗീവ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് പാത്തോജൻ, ടു ഗീവ് ഇമ്മ്യൂണിറ്റി ടു ദ ബേബി. കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ സോ ഈ കോളസ്ട്രം കൊടുത്തത് ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. ഇതിനകത്തുള്ള ആന്റിബോഡിയുടെ പേരാണ് IgA ആന്റിബോഡി. പ്രധാനമായ ആന്റിബോഡിയാണ് IgA ആന്റിബോഡീസ് എന്ന് പറയും. എന്താണ് ഈ IgA ആന്റിബോഡീസ് എന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാക്ടേഷൻ ടുവാർഡ്സ് ദി എൻഡ് ഓഫ് ദ പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടത്തിൽ മാമറി ഗ്ലാൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസിങ് മിൽക്ക്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ലാക്ടേഷൻ. പിന്നെ ആദ്യത്തെ ലാക്ടേഷൻ പീരീഡിന്റെ ആദ്യത്തെ സമയത്ത് ഉണ്ടാകുന്ന പാലിനെ വിളിക്കുന്ന പേരാണ് കോളസ്ട്രം. ഇറ്റ് ഈസ് റിച്ച് ഇൻ ആന്റിബോഡി. ധാരാളം ആന്റിബോഡീസ് റിച്ച് ആണ്. മെയിൻ ആന്റിബോഡി അതിനകത്ത് IgA ആണ്. കുഞ്ഞിന് എന്ത് കിട്ടുന്നു? ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. സോ ഡോക്ടേഴ്സ് ആർ ആൾവേസ് റെക്കമെൻഡിങ്, ഡോക്ടേഴ്സ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യും എന്ത് കൊടുക്കാൻ? കോളസ്ട്രം കൊടുക്കുവാൻ. NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏകദേശം 10 എപ്പിസോഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട NCERT ബേസ് എല്ലാം കഴിയുന്നതും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്തു വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ പ്രിന്റ് ഔട്ടുകൾ ഓരോ വീഡിയോ ലെസണിനും താഴെ, ഇപ്പൊ ഈ വീഡിയോ ലെസണിന് താഴെ ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ ഡൗൺലോഡ് ചെയ്യാം. ചാപ്റ്ററിന്റെ പ്രിന്റ് ഔട്ടുകൾ, എൻ്റെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട്. ഇപ്പൊ 10ാമത്തെ വീഡിയോ ലെസണോട് കൂടി ചാപ്റ്റർ കഴിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യണം, നമുക്കൊന്ന് പഠിച്ചതൊന്ന് റിവിഷൻ ചെയ്യണം. അതിനൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ പേര് ചോദിക്കും, സ്കൂൾ ചോദിക്കും, നിങ്ങളുടെ ജില്ല ചോദിക്കും. അത് ചോദിച്ചാൽ നിങ്ങൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ലെസൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ചാപ്റ്ററുമായി കാണുന്നതുവരെ ടേക്ക് കെയർ.